സംസ്ഥാന സ്കൂൾ കലോത്സവം ആവേശപ്പൂരിൽ. കലാമാമാമകം അവസാനിക്കാൻ ഒരു ദിനം മാത്രം അവശേഷിക്കെ ഇഞ്ചോടിഞ്ച് മത്സരങ്ങളാണ്. സമാപനത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ കണ്ണൂരാണ് മുന്നിൽ. തൊട്ടുപിന്നിൽ തൃശൂരും കോഴിക്കോടുമാണ്. കലോത്സവ വിശേഷങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്നും സേതുലക്ഷ്മിയും ടീമും ചേരുന്നുണ്ട്. സേതുലക്ഷ്മി അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. സംഗീത, ഇപ്പോ കലോത്സവ വേദിയിലാണ്, പക്ഷേ മാനവീയം വേദിയിലാണ് ഉള്ളത്. ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം നമ്മുടെ മഹേഷ് ചേട്ടനുണ്ട്. മഹേഷ് ചേട്ടന് ഞാൻ മാത്രമല്ല, നമുക്കൊപ്പം മറ്റൊരു അതിഥി കൂടെ ഉണ്ട്. പക്ഷേ ഈ അതിഥി എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുഖപുരയും വേണ്ടാതെ മലയാളികൾക്ക് ആ ഒരു പേര് മാത്രം മതി, ഒരൊറ്റ പേര് മാത്രം മതി അല്ലേ? അത്രത്തോളം. അതെ, ജയചന്ദ്രൻ കടമ്പനാടാണ് നമുക്കിപ്പം ഉള്ളത്. നാടൻ പാട്ടിനെ ഇത്രത്തോളം ജനകീയമാക്കിയ മറ്റൊരാൾ നമുക്കിടയിലില്ല. പക്ഷെ നമുക്ക് അതിലെ ആ വിശേഷത്തിലേക്ക് വരുന്നതിന് മുൻപ് കലോത്സവമാണ് വലിയ വിശേഷം അല്ലേ മഹേഷേട്ടാ? അതെ, ഉറപ്പായിട്ടും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ജയചന്ദ്രൻ കടമ്പനാടിനെ ഈ 4-ാം ദിവസം വിളിച്ചിരുത്തിക്കുന്നത് മനസ്സിലായോ? പ്രത്യേകതയുണ്ട്. ഈ കലോത്സവത്തിലാണ് ആദ്യമായിട്ട് 5 ഗോത്ര കലകൾ മത്സരമായി മാറുന്നത്. ഇത് ഈ മത്സരമായി ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്നു. അങ്ങനെ ജനകീയം അതൊരു കുട്ടികൾക്കിടയിലേക്ക് പുതുതലമുറയ്ക്ക് കൂടുതൽ പരിചയപ്പെടുത്താൻ കാരണമായി തീർന്നിട്ടുണ്ട്. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദ്യകാലത്ത് ഈ നാടൻ പാട്ടുകൾക്കൊക്കെ ഇപ്പോഴുള്ളൊരു ജനപ്രീതി ഉണ്ടല്ലോ, ആ ജനപ്രീതിയൊക്കെ ആർജിക്കുന്നതിന് മുമ്പ് പാടി പഴയ നാടൻ പാട്ട് ഈരടികളൊക്കെ കണ്ടെടുത്ത് വലിയ ഗവേഷണമൊക്കെ നടത്തിയ ആളാണ് ജയചന്ദ്രൻ കടമ്പനാട്. അപ്പം ഈ കലോത്സവത്തിൽ ഈ ഗോത്രകല മത്സരമായ മാറിയ ഈ കലോത്സവത്തിൻ്റെ ഒരു സ്റ്റാർ ഓഫ് അട്രാക്ഷൻ, ആകർഷണ കേന്ദ്രമായിട്ട് മാറാൻ യോഗ്യനായ മനുഷ്യനായതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത്. അപ്പം ഇനി ഈ ഗോത്രകലകളെ മത്സരമാക്കി കൊണ്ടുവന്നുകൊണ്ട് മാറ്റത്തെക്കുറിച്ച് രണ്ടുപേരും പറഞ്ഞു നമുക്ക് കിടക്കാം. എന്തായാലും പുതിയ ഈ യുവജനോത്സവത്തിൽ അത്ര പാട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അന്ന് എല്ലാവർക്കും കുറച്ചുകൂടെ അപ്രാപ്യവും അന്യവുമായിരുന്ന പാട്ടുകളാണ്. അപ്പം നമ്മൾ നിരന്തരമായ അന്വേഷണം, യാത്രകളും ഒക്കെ ഇവിടെ അത്തരം പാട്ടുകൾ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത്ര ജനകീയമാകാതെ ചില ഗോത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിരുന്ന പാട്ടുകളാണ് അത്. ഇപ്പം കനവ് എന്നൊക്കെ പറയുന്നുണ്ടുള്ള നമ്മുടെ വയനാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മ അത്തരം പാട്ടുകളെയൊക്കെ കണ്ടെത്തിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും ലോകത്തെ ആളുകളെ, താല്പര്യമുള്ള ആളുകളിൽ അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊക്കെ അത്തരം പാട്ടുകൾ കണ്ടെത്തി പുതിയ നമ്മുടെ മനുഷ്യർക്കെല്ലാം തലമുറകളിലേക്ക് അത് എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്തായാലും ആ പാട്ടിനൊക്കെ പുതിയ മാനങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ സംഗീത എന്ന് വെച്ചാൽ അതിൻ്റെ യുണീക്കായിട്ടുള്ള ആ സംഗീതത്തിൻ്റെയൊക്കെ സാധ്യതകൾ, അത് ലോക സംഗീത സാധ്യതയിലേക്കാണ് അതിനെ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ ഫോക്ക് സോങ്സ്. തീർച്ചയായും ജയചന്ദ്രൻ കടമ്പനാട് മാത്രമല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരാൾ കൂടെയുണ്ട്. അതായത് വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരത്തില്ല അല്ലേ? അതായത് ഡോക്ടറാണെന്ന് വെച്ചാൽ ഡോക്ടറാണ്, കലാകാരനാണെന്ന് വെച്ചാൽ കലാകാരനാണ്, അഭിനേതാവാണ്, ഒപ്പം ആക്ടിവിസ്റ്റുമാണ്. അപ്പൊ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. മഹേഷ് ചേട്ടാ, ഡോക്ടർ പ്രസാദ്. അപ്പോൾ ഡോക്ടർ പ്രസാദ് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ ഈ കോൺടെസ്റ്റുമായി യോജിക്കുന്ന ഒരാളാണ് എല്ലാ തരത്തിലും. അപ്പോൾ ഇവരൊക്കെ ഒരു ഡോക്ടർ, പ്രൊഫഷണൽ ഡോക്ടറാണ്. എന്നിട്ട് പോലും കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. പത്മരാജന്റെ അടക്കമുള്ള കഥകളെടുത്ത് സിനിമയാക്കിയ മനുഷ്യനാണ്. അപ്പോഴൊക്കെ ഇവരെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണ് ഡോക്ടറെ പോലുള്ളവർ. പക്ഷേ ഏറെക്കാലമായിട്ട് ഈ താളത്തിനൊപ്പം ആ ഒരു ജീവിതതാളം തന്നെ എന്ന് പറയുന്നത് ഇവർ ഈ കലയും സംഗീതവും ഒക്കെ നടക്കുന്ന മനുഷ്യനാണ്. ഡോക്ടർ, എന്താണ് ഈ ഡോക്ടർ ഉപേക്ഷിച്ച് ഈ കലയിലേക്ക് വരാനുള്ളൊരു കാരണം? ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കേരളത്തിലുടനീളമുള്ള കലാസാംസ്കാരിക ആൾക്കാരാണ് എൻ്റെ രോഗികളെന്ന് പറയാം. എങ്കിലും ഞാനങ്ങനെ ഇപ്പൊ സിനിമയുടെ വർക്കിലാണ്. പിന്നെ നമ്മുടെ കവിതാ പുസ്തകം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞ കവിതാ പുസ്തകമാണ് എൻ്റേത്, ജീവി എന്ന പുസ്തകം. അതും അപ്പോൾ എന്നെ എഴുത്തിലും ഇതിലും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഫോക്ക് ജയചന്ദ്രൻ കടമ്പനാടിനെ പോലുള്ളവരും അതുപോലെ നമ്മുടെ മഹത്തായ ഈ നാടോടി പാരമ്പര്യം, നമ്മുടെ കവിതയും പാട്ടും സംഗീതവും എല്ലാം വരുന്നല്ലേ. അതുകൊണ്ട് നമ്മുടെ ആ ഒരു യാത്രയിലാണ്. ശരി, അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? കാരണം ഇവര് വന്നിരുന്നിട്ട് നമുക്ക് സാരമല്ലല്ലോ, പാട്ടാണല്ലോ. അപ്പൊ ഗോത്ര സംഗീതം തന്നെയാണ് തുടങ്ങി വെച്ചത്.
മണ്ണിൽ ഓടണ ഏലോ വെള്ളപ്പൻ കുതിര മണ്ണിൽ ഓടണ ഏലോ വെള്ളപ്പൻ കുതിര പേരോടും പേരോ അങ്ങനെ മേലങ്ങനെ എല്ലാം പേരോടും പേരോട് അങ്ങനെ മേലങ്ങനെ എല്ലാം ഏലോ മാല എല്ലേലോ ഏലോ മാല എല്ലേലോ എല്ലും മയ്യാ പോലും മയ്യാമന്ന ഹൊട്ടിമനം മേലെ എല്ലും മയ്യാ പോലും യാമന്ന ഹൊട്ടിമനം മേലെ ഏലോ മാല എല്ലേലോ ഏലോ മാല എല്ലേലോ അവിടെ ഏലോ വെള്ളപ്പൻ കുതിര അവിടെ ഏലോ വെള്ളപ്പൻ കുതിര പേരോടും പേരോട് അങ്ങനെ മേല പേരോടും പേരോട് അങ്ങനെ മേല എല്ലാം മയ്യാവും യാമന്ന ഹൊട്ടിമനം മേലെ എല്ലാം മയ്യാവും മയ്യാമന്ന ഹൊട്ടിമനം മേലെ അയ്യോ ഏലോ മാല എല്ലേലോ ഏലോ മാല എല്ലേലോ പൊളിച്ചു അപ്പൊ സംഗീതത്തിനാണ് നമ്മള് അത് ഇങ്ങനെ തുടങ്ങുന്നത് ഒറ്റ കണ്ണി പൊങ്കുരത്തി തീയോ മീ താത്തമാ തീയാടെ ഇട്ട് കാഞ്ചി ഇങ്ക് ബാത്തുമാ ഒരുക്ക് പോയപ്പം കൊടുത്ത ബാധേ നീ ഇങ്ക് മുന്നിൽ ബാത്തുമാ ഒരുക്ക് പോയപ്പം കൊടുത്ത ബാധേ നീ ഇങ്ക് മുന്നിൽ ബാത്തുമാ ഒന്നിലിട്ടക്ക് കലായോ അരാനിട്ടക്ക് കലായോ ഒന്നിലിട്ടക്ക് കലായോ അരാനിട്ടക്ക് കലായോ ഒന്നിലിട്ടക്ക് കലായോ അരാനിട്ടക്ക് കലായോ പൈത്തടക്കിന്റെ മൂക്ക് ചെത്തി കൊങ്കയിലിട്ടു കങ്കാമി പൈത്തടക്കിന്റെ മൂക്ക് ചെത്തി കൊങ്കയിലിട്ടു കങ്കാമി ഒന്നിട്ടക്ക് കലായോ അരാനിട്ടക്ക് കലായോ ഒന്നിട്ടക്ക് കലായോ അരാനിട്ടക്ക് കലായോ ഒന്നിട്ടക്ക് കലായോ അരാനിട്ടക്ക് കലായോ മുട്ടമ്പിള്ള അപ്പന്റെ കൂടെ കാട്ടിപ്പണിക്ക് പോയിണ്ടോ മുട്ടമ്പിള്ള അപ്പന്റെ കൂടെ കാട്ടിപ്പണിക്ക് പോയിണ്ടോ മുട്ടത്തിപ്പിള്ള അമ്മന്റെ കൂടെ നാട്ടിപ്പണിക്ക് പോയിണ്ടോ മുട്ടത്തിപ്പിള്ള അമ്മന്റെ കൂടെ നാട്ടിപ്പണിക്ക് പോയിണ്ടോ ദിനട്ടക്ക് കലായോ അറാനിട്ടക്ക് കലായോ ദിനട്ടക്ക് കലായോ അറാനിട്ടക്ക് കലായോ ദിനട്ടക്ക് കലായോ അറാനിട്ടക്ക് കലായോ ഒട്ട് കണ്ണി പൂങ്കുറത്തി ഒട്ട് കണ്ണി പൂങ്കുറത്തി തീയോ മീ താത്തമ്മ തീയാടെ ഇട്ട് കാഞ്ചി നീ ഇങ്ക് ബാത്തുമ ഊருக்கு പോയപ്പം കൊടുത്ത ബാധേ നീ ഇങ്ക് മുന്നിൽ ബാത്തുമ ഊருக்கு പോയപ്പം കൊടുത്ത ബാധേ നീ ഇങ്ക് മുന്നിൽ ബാത്തുമ ഗംഭീരം. മൈനയിലേക്ക് വരാം. ഞാൻ കടമ്പകൾ കടന്നു വന്ന നാടാണ് കടമ്പനാട് അല്ലേ? അല്ലേ, നമ്മുടെ കടമ്പനാട്. കടമ്പൻ എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് പേരുണ്ട്. കടമ്പൻ നമ്മുടെ ദ്രാവിഡ രാജാവാണ്. പിന്നെ വേറൊന്നുണ്ട് കടമ്പൻ സുബ്രഹ്മണ്യൻ. പക്ഷെ എല്ലാം ദ്രവീഡിയൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് കടമ്പ. ഒരു വലിയ പോരോഴിയൊക്കെ ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ശൂർനാട് പോരോഴിയുടെയൊക്കെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു ഭൂപ്രദേശമാണ്. ഐവറുകാല, നൂർനാട്, അടൂര്, കടമ്പനാട്, പറക്കോട് എന്നൊക്കെ പറയുന്ന വിചിത്രമായൊരു ഭൂപ്രദേശത്തിന്റെ സ്ഥലമാണല്ലോ. അപ്പം കടമ്പൻ എന്ന് വെച്ചാൽ കടമ്പനാടിന്റെ പ്രത്യേകത എന്ന് പറയാം. കടമ്പനാട് ഏറ്റവും വളരെ പ്രസിദ്ധമാക്കിയ ഒത്തിരി ഗാനങ്ങളുണ്ട്. മറ്റു പലരും പാടിയ ഗാനങ്ങൾ പലതും അതിനെ വേറെ തലത്തിലേക്ക് ഉയർത്തി പാടിയിട്ടുണ്ട്. പറന്ന് പറന്ന്, പിന്നെ മൈനയുണ്ട്, നമ്മുടെ മൈന. ആ മൈന ഒരു വേറൊരു ലെവലാണ്. അത് നമുക്ക് ഇന്ന് മൈന വേണു മൈന മൈന മഞ്ചാടിക്കിളി മൈന മൈന നല്ല മൈന മൈന വേണു മൈന 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 മഞ്ചാടിക്കിളി മൈന മൈന നല്ല മൈന മൈന വേണു മൈന 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 വല വീശി കിട്ടിയതല്ല, വല വീശി കിട്ടിയതല്ല, മലവേടൻ മുത്തിയതല്ല. വല വീശി കിട്ടിയതല്ല, മലവേടൻ മുത്തിയതല്ല. വനദേവത പോറ്റി വളർത്തിയ കന്നി പൈങ്കിളിയാണവൾ, കന്നി പൈങ്കിളിയാണവൾ, കന്നി പൈങ്കിളിയാണവൾ. ആ മഞ്ചാടിക്കിളി മൈന മൈന നല്ല മൈന മൈന വേണോ മൈന 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 മഞ്ചാടിക്കിളി മൈന. പാട്ടുപാടാനറിയാം.
പാട്ടുപാടാനറിയാം മയിലാട്ടമാടാനറിയാം, പാട്ടുപാടാനറിയാം മയിലാട്ടമാടാനറിയാം, പനയോലത്തുമ്പലിൽ നിന്നു വിരുന്നു വിളിക്കാനറിയാം, വിരുന്നു വിളിക്കാനറിയാം, വിരുന്നു വിളിക്കാനറിയാം. മഞ്ചാടിക്കിളി മൈന, മൈന നല്ല മൈന, മൈന വേണോ മൈന, മൈന 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 മൈന, മഞ്ചാടിക്കിളി മൈന. പറന്ന് പറന്ന് നമുക്ക് മകനെ എന്തായാലും മകനെ പറന്ന് 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 വേറെ ലെവലിൽ എത്തിക്കുന്നു. അപ്പം അതെ അതെ അതിന്റെ കടമ്പൻ വേർഷൻ നമ്മള് സാധാരണ കേൾക്കുന്ന അത് കുറച്ച് തൃക്കൊടിത്താനം പാടി വളരെ വേറെ ലെവലിൽ എത്തിച്ച ഒരു ഗാനമായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ തൃക്കൊടിത്താനത്തിന്റെ പേരിലേക്ക് അത് പോയി. പക്ഷെ ഞാൻ പറയാം അതിന് നമ്മളത് കൂടുതൽ പേര് പരിചിതം അതായിരുന്നു. പക്ഷെ എപ്പോഴും ജയചന്ദ്രൻ കടമ്പനാട് സൗഹൃദങ്ങളിലെ സന്ധികളിൽ സായം സന്ധികളിലാണ് ഈ പാട്ട് ഉയരുക. രാവിലെ അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പറക്കാം. ഓക്കെ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കമ്പി, ആ പൂമരക്കമ്പി, ആ പൂമരക്കമ്പി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കമ്പി, ആ പൂമരക്കമ്പി, ആ പൂമരക്കമ്പി. ജലകങ്ങൾ നീ തുറന്നു, ജലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴെ നിന്നു, ജലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴെ നിന്നു, ജാലകങ്ങൾ ഞാനതിൻ്റെ കീഴെ നിന്നു, ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴെ നിന്നു, ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴെ നിന്നു, ജാലകങ്ങൾ ഞാനതിൻ്റെ കീഴെ നിന്നു. പാട്ടുപാടി നീ എനിക്കൊരു, പാട്ടുപാടി നീ എനിക്കൊരു, പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി, കൂട്ടുകാരിയായി, കൂട്ടുകാരിയായി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പി, ആ പൂമരക്കൊമ്പി, ആ പൂമരക്കൊമ്പി. കിലോ കിലേറാ കിളികൾ, കിലേറാ കിളികൾ വളകിലുകിയ കാലം, കിലോ കിലേറാ കിളികൾ, കിലോ കിലേറാ കിളികൾ വളകിലുകിയ കാലം, കുനുകുനെ കാട്ടുപൂക്കൾ, കുനുകുനെ കാട്ടുപൂക്കൾ, കുനുകുനെ കാട്ടുപൂക്കൾ തിരികൊളുതിയ കാലം, തിരികൊളുതിയ കാലം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പി, ആ പൂമരക്കൊമ്പി, ആ പൂമരക്കൊമ്പി. ആ
കാത്തിരുന്നു നിന്നെ മാത്രം കണ്ടില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം കണ്ടില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം നിന്നെ മാത്രം കണ്ടില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം കണ്ടില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം കണ്ടില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം പൊൻകിനാക്കൾ പൂത്തകാലം പൊൻകിനാക്കൾ പൂത്തകാലം പൊൻകിനാക്കൾ പൂത്തകാലം പോയതെങ്ങു നീ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ മല കോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു മലകോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു മാലകോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു മാലകോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു മലകോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു മലകോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു പന്തലിട്ടു കാത്തിരുന്നു പന്തലിട്ടു കാത്തിരുന്നു ചന്ദനക്കുറി ചാർത്തി ഞാൻ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ അതെ, കലയുടെ പൂമരക്കൊമ്പിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പൂമരങ്ങൾ ധാരാളം പൂത്തു നിൽക്കുന്ന കാലത്താണ് ഉച്ചസ്ഥായിൽ നിൽക്കുക. അപ്പം സേതു, നമുക്ക് കലോത്സവ വാർത്തകൾ നേരെ ചൂടേറിയ വാർത്തകളിലേക്ക് പോകാനുള്ള സമയമായി.